കോളേജിൽ ചെമ്പൻചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു സിനിമയുടെ അങ്കമ ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്. അപ്പോൾ അത് ഇന്ന ആളാണ് സംവിധായകൻ, നിങ്ങൾക്ക് എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഓഡീഷൻ്റെ അവസാനം നിമിഷമാണ് ഞാൻ പോയിട്ട് എന്നടുത്ത് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന എൻ്റെ നാടകത്തിൽ ഒരു സീൻ അഭിനയിച്ചു. ഒരു ഹ്യൂമർ സീനായിരുന്നു, ഒരു കോമഡി സീനായിരുന്നു. അത് അഭിനയിച്ചു. ഓക്കെ ഡൺ പറഞ്ഞു. ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി 2 ഫോട്ടോ എടുത്ത് പറഞ്ഞു വിട്ടു. എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്, അത് ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് ആർക്കും എഴുതി വയ്ക്കപ്പെടാൻ പറ്റില്ല. നാടകത്തിൻ്റെ അവസാനമൊക്കെ ഫുൾ ന്യൂഡായിട്ടുള്ളൊരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അത് നല്ല രീതിക്ക് ഒരു ആക്ടർ എന്ന രീതിക്ക് വലിയ രീതിക്ക് എനിക്ക് അംഗീകാരം ആ സമയത്ത് കിട്ടി. ഇപ്പം എൻ്റെ സംസാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നില്ലേ? ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തോന്നും, ഓ അവൻ രാവിലെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക അവൻ്റെ ഷോ വർത്താനം പറയാനായിട്ട്. ഒരിക്കലും ആരെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല, ഒരിക്കൽ പോലും തോറ്റു കൊടുക്കില്ല. തോറ്റെന്ന് ഞാൻ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെ ഇവരെ മുമ്പിൽ 100 തവണ ജയിക്കാം, ഒറ്റ തവണയല്ല 100 തവണ ജയിക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. അങ്കമാലിക്ക് ശേഷം ഞാൻ അഭിനയിച്ച സിനിമ മോഹൻലാൽ ലാലേട്ടൻ്റെ ഒപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് വന്ന വഴികൾ മറക്കാത്തൊരുത്തനാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് വ്യക്തമായ ബോധമുണ്ട് ഞാൻ എങ്ങനെയാണ് വന്നത്, ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഈ നിമിഷവും ഞാൻ അഭിനയിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കലയിൽ തന്നെയാണ് നിൽക്കുന്നത്, മറ്റൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. അതങ്ങനെ എന്നെ പോട്ടെ മരണകാലം വരെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.